ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിലോട്ട് പോവാണ്. അപ്പം ഷെയും വില്ലച്ചനും കണ്ണൂർക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ നേരെ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഓട്ടോയിൽ നമ്മളും കൂടി കയറി തളിപ്പറമ്പ് വരെ. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി തളിപ്പറമ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് അവസാനം ടാറ്റ ബൈ ബൈ ഷിയോടും വില്ലച്ചനോടും പറഞ്ഞ് അവർ നേരെ കണ്ണൂർക്ക് പോയി. നമ്മൾ നേരെ മയിൽ അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ, വെള്ളത്തമ്പലത്തിലേക്ക്. പറശ്ശിനിക്കടവ് എത്തുമ്പോൾ ഇവിടെ പ്രത്യേക ഒരു വൈബാണ് ഗൈസ്. ഭയങ്കര കാറ്റും ആ ഒരു കാഴ്ചയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിൻഡോ സീറ്റ് തന്നെ കിട്ടുകയും വേണം. നമ്മൾ അമ്പലത്തിലെത്തുമ്പോഴേക്ക് വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അമ്മമ്മയും ലജ്ജും ദാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കാത്ത് കുറച്ചധികം സമയം തന്നെ നമ്മളെ കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എത്താൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി. അങ്ങനെ നമ്മൾ നേരെ മയിൽ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ് ആദ്യം പോയത്. പോകുമ്പോഴേക്ക് അവിടെ നിന്ന് അടയടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പുഷ്പാഞ്ജലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വെള്ളത്തമ്പലത്തിലേക്ക് നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ചെത്തിയിട്ടുണ്ട്. നേരെ കുളത്തിലേക്ക് കഴിഞ്ഞു. കുളത്തിലാണെങ്കിൽ കുറേ മീനുണ്ട്. മീനെല്ലാം ഇങ്ങനെ കൊത്തുമ്പോൾ ഒന്നും പറയണ്ട, ഒരു പ്രത്യേക സുഖമാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് കയറി. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അങ്ങനെ ഈ പിള്ളേരാണെങ്കിൽ ഓടിക്കളിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു കണ്ണാടി കണ്ടു. അതിൽ നിന്നൊരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നിട്ടില്ല. നേരെ അടന്ന് ചോറൊക്കെ തിന്ന് നമ്മളെല്ലാവരും കൂടി മയിൽ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്മമ്മയോടൊക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ കയറി. ദാനുവാണെങ്കിൽ നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഇച്ചുവിനെ കണ്ടതുകൊണ്ട് ദാനുവിന് വീട്ടിലേക്ക് വരാൻ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കാണ് ഓട്ടോ ഇല്ല, ഒറ്റ ഓട്ടോ പോലും വരാനുണ്ടായില്ല. അവസാനം ഒരു ഓട്ടോ കിട്ടി, കുറേ സമയം കാത്തിരുന്നിട്ട്. അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ തന്നെ പിള്ളേർ രണ്ടാളും കൂടി ഒരു ബോളും എടുത്ത് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നും പറയേണ്ട, ഓടലും ചാടലും തുള്ളലും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.